അത് ഞാനിവിടെ എന്റെ ഗുരുവായൂരപ്പ രക്ഷപ്പെട്ട്. വെട്ടിക്കിടക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? ആരും കൂട്ടിനില്ലാതെ ഈ കുന്തത്തേക്ക് ഓടി നടക്കാൻ ഇതെന്താ നെഹ്റു സ്റ്റേഡിയമാണ്? അയ്യോ എന്റെ കൊച്ചുമോള് തള്ളിക്കൊണ്ടുവന്നതാ. പെട്ടെന്ന് പിടിവിട്ടു പോയി. പിന്നെ ഒരു പോക്കായിരുന്നു. ഞാൻ വന്ന് രക്ഷിച്ചില്ലേ കാണാമായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിന്റെ ബേസ്മെന്റിൽ കിടന്നേനെ. അങ്ങ് ഒരു പോക്ക് പോയേനെ. ഓ ഇയാളുടെ വർത്താനം കേട്ടോ ഓശാരത്തിലാണ് ചെയ്യുന്നത് തോന്നുമല്ലോ. വരുന്നതിന് പോകുന്നതിന് ശരിക്കും എന്നെ പഠിക്കല്ലേ. പിന്നെന്താ? തന്നെ രക്ഷിച്ചതിന്റെ കരണക്കുറ്റിക്ക് അടിക്കണം. പോയി കിടന്നുറങ്ങും മൂപ്പിന്നെ നന്ദിയില്ലാത്ത ജന്തു. ആഹാ താനൊരു ന്യായീകരണവും പറയണ്ട. എത്ര രൂപയുടെ നാശനഷ്ടങ്ങളാണ് താൻ ഉണ്ടാക്കിയത്? ഈ നിമിഷം തന്നെ പിരിച്ചു വിടേണ്ടതാ. ഒരു രോഗിയെ രക്ഷിക്കാനുള്ള തീവ്ര യത്നത്തിനിടയിൽ താൻ ഒരു രോഗിയെ രക്ഷപ്പെട്ട നോക്കിയ കാരണം ഇപ്പൊ എത്ര രോഗികൾ ഇന്റൻസീവാണെന്ന് അറിയാമോ? അറിയാം സാർ. മൊത്തം 7 പേർ. ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങളും നശിപ്പിച്ചു. അതുകൊണ്ട് അടുത്ത മാസം മുതൽ തന്റെ പകുതി ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, പവർ കട്ടും പണക്കെട്ടും കൂടി താങ്ങാനാവില്ല സാർ. ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എനിക്ക് പകുതി ശക്കളം പരിപ്പോട വാക്കാൻ പോലും തികയില്ല. ഇന്നു മുതൽ വട തിന്നണ്ട. തനിക്ക് പോവാം. അപ്പൊ ശമ്പളം പാതിയെ തരൂ. ചിറ്റേടത്ത് ഹേമകുമാരി നിന്നെ കണ്ടൂന്ന് വെച്ച് ആ കുട്ടി നാട്ടിൽ ചെന്ന് നിന്റെ അപ്പച്ചനോട് വിവരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞാൽ അപ്പച്ചൻ വല്ലാണ്ട് വിഷമിക്കും. ചേടാ ഇവന്റെ വർത്തമാനം കേട്ട ഏതാണ്ട് ചാകാൻ കിടക്കുന്ന രോഗിയെ പോലെ ഉണ്ടല്ലോ. അപ്പൊ ചറിഞ്ഞു തന്നെ ഇരിക്കട്ടെ. 2-3 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മടങ്ങി പോകുന്നവിടെ പ്രശ്നം തീർന്നില്ലേ? സത്യം പറയണം, 2-3 ദിവസം കൊണ്ട് ഭേദമാകുന്ന രോഗമാണെന്ന് ചേട്ടന് തീർത്ത് പറയാൻ കഴിയും. എന്നോടൊന്നും ഒളിച്ചു വെക്കണ്ട. എന്ത് തന്നെയാലും പറഞ്ഞോളൂ. കൈ വലിച്ചൊരെണ്ണം പൊട്ടിച്ചെന്നുണ്ടല്ലോ. പണ്ട് വടക്കം വരെ ഒരു ഗാനമേള വണ്ടി വൈകിച്ചെന്നതിന് സംഘാടകർ എനിക്കിട്ട് പൂശിയത് പോലെ ഇരിക്കും. 3 ദിവസം ഉണ്ടായിരുന്നു ഇടത്തെ കവളിൽ നീര്. എടാ കിഴങ്ങ, ഒരു ഫോർമാലിറ്റിക്ക് ചില ടെസ്റ്റുകൾ നടത്തുന്നേ ഉള്ളൂ. നീ ഒന്ന് ധൈര്യം കാണിക്ക്. ഞാൻ പോയി നല്ല ചൂട് ചായ വാങ്ങിച്ചോണ്ടിരാം. വട വേണോ? വേണ്ടായിരിക്കും. ഇങ്ങനെ അനങ്ങാതെ വീർപ്പിച്ചിട്ടിരിക്കുന്നതാ കുഴപ്പം. ഒരു മൂളിപ്പാട്ടൊക്കെ പാട്. ഈ ഫിസിയോതെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തൊണ്ടയ്ക്കും വേണം ചെറിയ തെറാപ്പി. മധുമാരി ഗീതാ മധുര സുധാവാരി മാമവ മാധവ മധുമാതി ഗീതാ മധുര സുധാവാരി മാമവ മാധവ മധുമാതി ഗീതാ മധുര സുധാവാരി മാമവ മാധവ മധുമാതി ഗീതാ മധുര സുധാരി മാമവ മാധവ മധുമാതി. വണ്ടി തിരിച്ചിട്ടോ. സ്വാമി, നാളെ ചെങ്ങന്നൂർ ഒരു ഗാനമേളയുണ്ട്. ഹാവു, അതാണോ? എല്ലാം മംഗളമായി വരും. അനുഗ്രഹിച്ചിരിക്കണോ? അനുഗ്രഹിച്ചാൽ മാത്രം പോരാ സ്വാമി, ഒന്ന് കടാക്ഷിക്കുകയും കൂടെ വേണം. കാര്യം എന്താ? ട്രൂപ്പിലെ പ്രധാന ഗായകൻ പ്രസാദ് മൈക്ക് സെറ്റുകാരൻ വാർണിയുടെ മോള് സെലീനയായിട്ട് ഒളിച്ചോടിപ്പോയി.
ഫുൾ ട്രൂപ്പുമായിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ സംഘാടകർ എന്റെ എല്ലാവരും കഷ്ടായി പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഒരു ദിവസത്തേക്ക് സ്വാമി വന്നൊന്ന് പാടിത്തരണം. വെട്ടിത്തം പറയുന്നു. ഞാൻ ഗാനമേളയ്ക്ക് പാട്. അല്ല, സിനിമയിൽ വന്നിട്ടുള്ള ക്ലാസിക്കൽ പാട്ടുകൾ ഏതെങ്കിലും മതി സ്വാമി. അങ്ങനെ ധാരാളം പാട്ടുകളുണ്ടല്ലോ. എന്തോ മകാനോബ കൃഷ്ണ നീ നിന്നു കോരി വന്ന നഗുമോവോ നിർത്തോ. കുഴപ്പമില്ല, ഒരു ദിവസത്തേക്കല്ലേ സ്വാമി, ജനം ക്ഷമിച്ചോളൂ. ക്ഷമിക്കേ. അല്ല, പ്രസാദ് വരാത്ത ജനം ക്ഷമിച്ചിട്ട് സ്വാമിയുടെ പാട്ട് ആസ്വദിച്ചോളൂ എന്ന്. ഇങ്ങനെയുള്ള സദസ്സുകളൊന്നും ഞാൻ പാടാറില്ലെന്ന് തനിക്ക് അറിയില്ലേ? താൻ പൊക്കോളൂ. ശരി സ്വാമി, ഞാൻ പോവാം. നാളെ രാവിലത്തെ പത്രത്തില് എന്റെ ചരമവാർത്ത കണ്ടാൽ സ്വാമി ഞെട്ടരുത്. പറ്റുമെങ്കിൽ 1-2 ചെമ്പരത്തി പൂക്കൾ എന്റെ ഡെഡ് ബോഡി വെച്ചേക്കും. നിക്ക. തൽക്കാലം എന്റെ ശിഷ്യനെ വിട്ടുതരാം. എന്താ? വണ്ടി നിർത്ത്. അതാണ് ആള്. ശ്രീകൃഷ്ണ ഭഗവാന് ഗോക്കളെ മേയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ അറിയാമായിരുന്നു. ഇവനെ കണ്ടിട്ട് ചാണകം വരാനേ കൊള്ളാവുന്നാ തോന്നുന്നത്. പിന്നെ സ്വാമി പറഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ കോപ്പ് കൈ കാണും. ഇത് കുത്തുവോ? കുത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ആ, ഞാൻ അടിപൊളി അയ്മൂട്ടി കേട്ട് കാണും. ധാരാളം കേട്ടിട്ടുണ്ട്. താങ്ക് യു. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? നെല്ലിക്കുന്ന് കൊലക്കേസിലെ 1-ാം പ്രതിയല്ലേ? അയ്യോ, അത് വേറെ. ഞാൻ സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണറാ. മാപ്പിള പാട്ടിന്റെ 25ഓളം കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുന്ന ഞാനാ. എന്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ ഒരു അവസരം തന്നാൽ, പേരെന്താ പറഞ്ഞത്? റാഫേൽ. ആ, റാഫേലിന് ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പാട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ട്. തെറ്റുണ്ടെന്ന്. കാരണം ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഈ ഗാനമേളകളിലൂടെയാണ് ഗായകന്മാര് വളരുന്നതും ഉയരുന്നതും. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്തണമെന്ന് ആര് പറഞ്ഞു? ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയുള്ളവർക്ക് ലളിത സംഗീതം വളരെ എളുപ്പമായിരിക്കും. പ്ലീസ്, ഇനിയുള്ള കാര്യം പറയാലോ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ എന്റെ ട്രൂപ്പിലെ മെയിൻ സിംഗർ മുങ്ങി. റാഫേൽ എന്നെ ഒന്ന് രക്ഷിക്കണം. രാമസ്വാമി ഭാഗവതർ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സ്വാമി, ആ കന്നാലി ഇതേവരെ വീട്ടിൽ വന്നിട്ടില്ല. സ്വാമി കണ്ടോന്? റാഫേലെ ആ ഗാനമേളക്കാരുടെ കൂടെ പാടാൻ പോയി കാണും. ഗാനമേളക്കാരോട് പാടാൻ പോയേക്ക? അവനെ ഞാൻ ഇന്ന് കൊല്ലൂട്ടോ. ആ, പാടാൻ പോയിക്കേ. മാത്രമല്ല, ഇങ്ങനെ ഒരു ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് കലാപ്രേമികളായ നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണമായ പിന്തുണ അത്യാവശ്യവുമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. അടുത്തതായി എനിക്ക് സിദ്ദിഖ് സാറിനെ ഒന്ന് കാണണം. അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നിട്ടുണ്ട്. കാണാൻ പറ്റില്ല. ഞാൻ ഇതിന് ബന്ധുവാ. തിരക്കിനിടയിലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. എന്താ എന്നാ ഇനി മദ്രാസിലേക്ക്? നാളെ രാവിലെ. അടുത്ത പടത്തിന്റെ കാര്യം? ഓ, ഒന്നും തീരുമാനമായിട്ടില്ല ഇതുവരെ. പാർട്ടി കഴിഞ്ഞ് പോയപ്പോ? അയ്യോ, വേണ്ട. അപ്പൊ പോയിട്ട് വരാം. ശരി. ഓക്കെ. ഞാൻ അടിപൊളി അയ്മൂട്ടി ഈ ട്രൂപ്പിന്റെ ഓണറാ. അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സാറിന്റെ പടത്തിൽ ഒരു ചാൻസ്. ഓക്കെ, ഞാൻ സാറിനെ കോൺടാക്ട് മാറിയിക്കോളൂ. സാർ, എന്താ ഇത്? ധൈര്യമായിരിക്കും. പടച്ചോൻ സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് വരും. ആ, പിന്നെ നിന്റെ പേരൊരു പ്രത്യേക വെയിറ്റ് കൊടുത്ത് അനൗൺസ് ചെയ്യാൻ പോണേ. അതൊക്കെ നോക്കിക്കോ. പ്രിയമുള്ളവരെ, ഈ വേദി ഞങ്ങൾക്കിവിടെ ഒരുക്കി തന്ന സാഗരയ്ക്കും നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ അടിപൊളി നമസ്കാരം. കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനമേള ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം ആലപിക്കുന്നത് പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന യുവഗായകൻ മുഹമ്മദ് റാഫേൽ. താങ്ക് യു, താങ്ക് യു. റാഫേൽ, എന്തായി അനൗൺസ് ചെയ്തത്? അതൊക്കെ ഒരു ടെക്നിക്കാണ്. നീ ചെല്ല ചെല്ല.